ചേച്ചി ഞാനൊന്ന് വെച്ച് നേരത്തെ വീട്ടിൽ പോയിക്കോട്ടെ. ഞാനെന്നും പോകുമ്പോഴുണ്ടല്ലോ ഒരാളിങ്ങനെ എന്നും ഡെയിലി പുറകെ വരുന്നപ്പോൾ ഇറങ്ങിയൊക്കെ പോകുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ്. രാത്രിയൊക്കെ എൻ്റെ കസിൻസൊക്കെ ഇല്ലേ ഇവിടെ, അവരോടൊക്കെ പറഞ്ഞുവിടുന്നോ? അവരോടൊക്കെ പറഞ്ഞ് എന്നാലും എനിക്കൊരു പേടി. ശരി ശരി, ഇപ്പം നാളെ ഇനി നേരത്തെ വരണേ. ശരി. അകലെ ഒരു നിഴലായി ഞാൻ ഒഴുകുന്നിതാ, അറിയാതെ നീയാണോ എന്നഷ്ട സ്വരമേ. ആൾത്തിരക്കിനിടയിലുമാ മുഖം തിരയുന്നു, കാൽപ്പാടുകൾ തേടി ഞാൻ അലയുന്നു. കാറ്റിലുലയുന്ന കാർക്കൂന്തൽ കണ്ടു ഞാൻ, കരളിലൊരു വിങ്ങലായി പഴയൊരു നൂറിന്മയൻ പ്രിയേ നീയാണോ? അത് നീയല്ലയോ വിളിക്കുവാൻ കഴിയാതെ വിതുമ്പുന്നു ഞാൻ. കാലം മായ്ച്ചുവോ ചിരി തിളക്കം, ഇന്നും മായാതെ നിൽക്കും നീ രൂപം. നിഴലല്ല ഇതെന്ന് കുത്തി പറയുന്നു അവളാലെന്ന, ഈ നെഞ്ച് മന്ത്രിക്കുന്നു ഒരു മാത്ര കാണുവാൻ. ഒന്നടുത്തു ചെല്ലുവാൻ ധൈര്യമില്ലാതെ ഞാൻ പിന്മാറുന്നു. നിഴലായി എന്നും ഞാൻ കൂടെയുണ്ട്. ചേച്ചി ചേച്ചി ഇന്നലെ ആ ആളെൻ്റെ പുറകെ വന്നു ചേച്ചി. ഒന്നും സംസാരിച്ചില്ല. കാര്യം ഇങ്ങനെ കുറച്ചു നേരം നോക്കി നിൽക്കും, എന്നിട്ട് പിന്നെ തിരിച്ചു പോകും. എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല, പറഞ്ഞേ പറ്റത്തുള്ളൂ. കുറച്ച് നാളായി പുറകെ നടക്കുന്നു, ഇതുപോലില്ല. കൊടുക്കാൻ പറ്റില്ല. വർഷമായെന്നറിയോ മനുഷ്യന്. പോയി ചത്തൂടാ നിനക്കൊക്കെ. നാണം കിടത്താൻ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. എന്തായി ഇന്നലെ? ഇന്നലെ ഒന്നും നോക്കിയില്ല, ഒരെണ്ണം കൊടുത്തു. അത് നന്നായി.
നന്നായി. വിഷമം തോന്നി, എന്നാലും സഹിയായിട്ട് അതുകൊണ്ട് കൊടുത്തില്ലേ ഒന്ന്. ഓക്കെ, നന്നായിട്ട്. എടി, അന്ന് ഞാൻ പറഞ്ഞില്ലേ, അന്ന് എൻ്റെ പുറകെ നടന്നെന്ന് പറഞ്ഞേ. ആ, നീ അന്ന് അടിച്ചെന്ന് പറഞ്ഞേ, നിന്റെ പുറകെ നടന്നേ. ആളാണോ അത്? ആണോ? എന്താ എവിടെയോ കണ്ട് പരിചയമുണ്ടല്ലോ, ആ പേര് മറന്നുപോയി. പവിത്ര. ആ പവിത്ര. ഇപ്പൊ ഇറങ്ങിപ്പോയി ആ ചേട്ടനെ അറിയോ? ആ ചേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ട് ചേട്ടാ? ഇപ്പൊ അങ്ങോട്ട് ഇറങ്ങിപ്പോയി ആളെ എനിക്ക് അറിയാലോ. ആ ചേട്ടൻ കുറെ നാളുകളായിട്ട് ഭയങ്കര ഡിസ്റ്റർബ്, ഒന്ന് ഉറങ്ങാൻ പോലും പറ്റാത്തൊരു സ്റ്റേജ്. അങ്ങനെ ആള് പക്ഷെ കുഴപ്പക്കാരനല്ല. ഒരെണ്ണം കൊടുത്തിട്ടിരിക്കുക ഞാൻ. അയ്യോ, ആളൊരു പാവമാ. ആള് കഴിഞ്ഞ വയനാട് ദുരന്തത്തിൽ പുള്ളിയുടെ കുടുംബം മുഴുവൻ ഒലിച്ചുപോയി, നഷ്ടപ്പെട്ട് അവർക്ക് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ആള് വിഷമിച്ച് നടക്കുമായിരുന്നു. അങ്ങനെ ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇത് കണ്ടോ? ഇത് കണ്ടിട്ട് പവിത്രയെ പോലെ തോന്നുന്നുണ്ടോ? ഇത് അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെപ്പോലെ തോന്നുന്നതുകൊണ്ടാണ് എന്റെ ഫോട്ടോ. അത് അദ്ദേഹത്തിൻ്റെ കുടുംബമാണ്, അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. അത് അവരെ പോലെ തോന്നുന്നുകൊണ്ടാണ് പവിത്രയെ പിന്തുടർന്നുകൊണ്ടിരുന്നത്. വേറെ പ്രശ്നമൊന്നുമില്ല. ആരോ വാതിലിന് മുട്ടുണ്ടോ നോക്കിയേ. ആ പവിത്രയല്ലേ? അതെ, അതല്ലേ കാര്യം ഇരിക്കും പവിത്ര. ചേട്ടാ, അന്ന് ഞാൻ അറിയാതെ ചെയ്തു. അയ്യോ, അതെൻ്റെ തെറ്റല്ലേ. എനിക്കറിയാതെ അങ്ങനെ സംഭവിച്ചു പോയതല്ലേ. ഉരുൾപൊട്ടലിൽ കാണാതായ എൻ്റെ ഭാര്യയുടെ അതേ രൂപമാണ് നിങ്ങൾക്ക്. നിങ്ങളെന്നെ തിരിച്ചറിയാതിരുന്നുകൊണ്ട് അതെൻ്റെ മിഥ്യാധാരണയാണെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ എൻ്റെ മകൾ നിങ്ങളുടെ കൂടെ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ പിന്തുടർന്നു കൊണ്ടിരുന്നത്. ക്ഷമിക്കുക.